ഇവിടെയുള്ള സ്റ്റാഫ് എപ്പം വന്ന് ഇത് ഓപ്പൺ ചെയ്യുന്നു അപ്പോഴേ പുറത്തു പോകാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ തന്നെ കുടുങ്ങിപ്പോവും. അപ്പോഴാണ് നമ്മുടെ മിങ്ങും പെട്ടെന്ന് ഷാൻഷയുടെ അടുത്തേക്ക് വരുമ്പം ഇത് കണ്ട് അവളും പേടിച്ചോണ്ട് എടാ നിനക്ക് എന്തുവാടാ വേണ്ട എന്തിനാ അവൾ ചോദിക്കും. അങ്ങനെ അവനും ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ അവളുടെ ഇത് ചാഞ്ഞു വീഴും. ഇത് കണ്ട് അവൾ അവനെ നോക്കുമ്പോഴാണ് അവൻ മഴയത്ത് നനഞ്ഞുകൊണ്ട് പനി പിടിച്ച കാര്യം അറിയുന്നത്. അതോടെ അവളും അവളുടെ കോട്ടുവരെ അവനെടുത്തിട്ട് അവനെ മടി കടപ്പിക്കും. അതുകൊണ്ട് അവൻ ആ പനിയുടെ ക്ഷീണത്തിൽ തന്നെ അവളുടെ മടി കടന്നുറങ്ങിപ്പോവും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ മിങ്ങും കണ്ണോർന്ന് നോക്കുമ്പോഴാണ് അവളുടെ മടി കിടക്കുന്നുണ്ട്. അവനെ സന്തോഷപ്പെട്ട് അവളുടെ മുടിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവൾ എഴുന്നേക്കുന്നത്. ഇത് കണ്ട് അവനും ഷാൻഷായി ഇന്നലെ നടന്നതിനെല്ലാം സോറി, പക്ഷെ നീ കാരണം നമ്മൾ ഇവിടെ കുടുങ്ങി, അതിന് ഞാൻ സോറി വയ്ക്കത്തില്ല. അവളുടെ നൂഡിൽസ് കട എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ അകത്തടക്കുക. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടുപേരും വീട്ടിൽ ഇരുന്നേനെ. എന്നിട്ട് അവനും പറയാൻ വരാണ് അവളും ഇവന്മാരെപ്പോഴാ വരാൻ പോന്നെ, ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ വീട്ടിൽ പോലും പോയില്ല, എന്റെ അമ്മ മിക്കവാറും എന്നെ കൊല്ലും. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരമ്മയെങ്കിലും ഉണ്ട്, പക്ഷെ എനിക്ക് ഒരാൾ അങ്ങനെ ഉണ്ടെങ്കിലും അവരെന്റെ കൂടെ അല്ല, എപ്പോഴും ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് വിദേശത്തായിരിക്കും. ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് തന്നെ കുറെ വർഷങ്ങളായി, അതുകൊണ്ട് അവരുടെ സ്നേഹം എന്തുവന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും നീ എന്ന് വിഷമിക്കണ്ട, ഒരു പക്ഷെ നിന്റെ അമ്മ ഇപ്പൊ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിന്നെ കെയർ ചെയ്യുന്നത് അതേപോലെ അവരും കെയർ ചെയ്യും. എന്നിട്ട് അവളും പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മിങ്ങും എന്തോ ആലോചന അറിയത്തില്ല അവള് കിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടുത്തേക്ക് വരും. ഇതും കണ്ട് അവൾ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയത്ത് തന്നെ ലിഫ്റ്റ് ശരിയാക്കാൻ വേണ്ടി ആൾക്കാരോട് വരും. ഇതോടെ നമ്മൾ ഷാൻഷായി ഓടിക്കാന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം കൂടി പോകും. അങ്ങനെ ഇത് കണ്ട് അവനും ഷാൻഷായി നിന്റെ ഡ്രസ്സ് എടുത്തില്ല എന്നിട്ട് അവനും പതി എഴുന്നേക്കുമ്പോഴാണ് അവനെ കണ്ട് ആ രണ്ട് ജോലിക്കാരും തോളി അടിച്ചിട്ട് മോനെ ഇന്നലെ രാത്രി ഫുൾ ലിഫ്റ്റിലായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്നിട്ട് അവർ രണ്ടുപേരും തോളി അടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഷാൻഷായി വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവളുടെ അമ്മയും അവൾ വരാത്ത വിഷമത്തി ചെന്നൈ എന്ന് പറഞ്ഞ കുറെ പേര് വിളിച്ചു നോക്കി അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോഴാണ് അവൾ അകത്ത് കയറിയതോടെ ഇത് കണ്ട് അവർ രണ്ടുപേരും ഇന്നലെ എവിടെ പോയെന്ന് പറഞ്ഞ് അവളിട്ട് അടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇതും പേടിച്ച് ഷാൻഷായി ഡോറോട് ചകത്തിരിക്കുമ്പോഴാണ് അവളും പറയുന്നത് അമ്മേ അച്ഛാ ഞാൻ ഇന്നലെ ലിഫ്റ്റ് കുടുങ്ങിപ്പോയി, എന്റെ ഫോണും പൊട്ടിപ്പോയി, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിളിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയച്ഛനും കൂടെ എങ്കിൽ ശരി ആദ്യം നിന്റെ ഫോൺ ശരിയാക്ക്. എന്നിന് അവർ സമാനമായി ഷാൻഷയെ കഴിക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കും. അതേസമയം കോളേജ് വെച്ച് നമ്മുടെ ചെന്നൈ ലിയെ കണ്ടിട്ട് എടിലി ഷാൻഷയുടെ അമ്മ നിന്നെ വിളിച്ചായിരുന്നു, അവൾ ഇന്നലെ വീട്ടിൽ എത്തില്ലെന്ന് പറഞ്ഞ്. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും അവരെന്നെയും വിളിച്ചായിരുന്നു, പക്ഷെ ഷാൻഷ എവിടെ പോയെന്ന് അറിയാത്തോണ്ട് ഞാൻ അവൾ എന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ഒരു സംസാരിച്ചോണ്ട് ക്ലാസ്സിനകത്ത് കയറി പോകും. അതേസമയം യാനിഫെങ്കും കൂടെ മിങ്ങിനെ കണ്ടിട്ട് എടാ മിങ് ഇന്നലെ ചലഞ്ച് നീ അവളെ വിളിച്ചോണ്ട് എവിടെ പോയി, ഡേറ്റ് ഒക്കെ സെറ്റ് ആയ? എന്നിട്ട് അമ്മ ചോദിക്കുമ്പോഴാണ് അവനും എവിടെന്ന് ഇന്നലെ അവളുടെ നൂഡിൽസ് കട കാണിച്ചു തരാന്ന് പറഞ്ഞ് രണ്ടുപേരും ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ട് ഒന്നും നടന്നില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടവന്മാരും എന്തോ ഇന്നലെ രാത്രി ഫുള്ള് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയെന്നോ, പിന്നെ എങ്ങനെയാണ് ഒന്നും നടക്കാതിരിക്കുന്നത്. എന്നിട്ട് അമ്മ രണ്ടുപേരും ഇൻഡയറക്റ്റ് ചോദിക്കുമ്പോൾ ഇത് കേട്ടവനും എടാ ഞങ്ങൾ തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തേലൊക്കെ നടക്കണം എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ അവളെ കിസ് ചെയ്യാൻ പോയ ആ സമയം നോക്കി രണ്ട് കൊരങ്ങന്മാര് വന്ന് എന്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആക്കി. എന്നിട്ട് അവനും പറയുമ്പോൾ ഇത് കേട്ട് അവന്മാരുടെ ഒരു മൈൻഡ് ചെയ്യാതെ നിനക്ക് അത്ര ഉള്ളട കഴിവ്. എന്നിട്ട് അവന്മാര് ഫുൾ ഡാമേജ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഷാൻഷാൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് ചെന്നൈ ഇന്റർവൽ സമയത്ത് ഷാൻഷായി ഇന്നലെ അമ്മിങ് നിന്നെ എന്തോ ചെയ്ത്, അവൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തോല്ല ചെരുപ്പ് എഴുപ്പിച്ചോ, നീ വീട്ടിൽ തന്നെ നിന്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചില്ല. എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എടാ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ഇന്നലെ ലേറ്റ് ആവുള്ള കാരണം. എന്നിട്ട് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വേറൊരു പെങ്കൊച്ചെന്ന് നമ്മുടെ ഷാൻഷയോട് മിങ് വിളിക്കുന്നു പറഞ്ഞിട്ടും. അങ്ങനെ ഇത് കേട്ട് അവളും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവൻ അവൾക്ക് വേണ്ടി ഒരു കവർ എടുത്ത് ഫ്രണ്ട് നീട്ടും. ഇത് കണ്ട് അവളും എനിക്കൊന്നും നിന്റെ ഗിഫ്റ്റ് വേണ്ട. എന്നിട്ട് അവൾ അറിയും. അപ്പോഴാണ് അവനും അയ്യേ ആര് തരും നിന്നെ ഗിഫ്റ്റ്, ഇത് നീ എനിക്ക് ഇന്നലെ തന്ന കോട്ട. എന്നിട്ട് ആ കോട്ട എടുത്ത് അവൾക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇതൊക്കെ കാണുന്ന എല്ലാരും നമ്മുടെ മിങ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഷോക്കായിരിക്കും. കാരണം ആദ്യമായിട്ട് നമ്മുടെ മിങ് ഒരു പെണ്ണിന് ഇത്രയും കെയർ ആയിരുന്നത്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം ചെന്നൈയും കൂടെ ഷാൻഷായി വിളിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കും. ഷാൻഷായി ഇന്നലെ അവൻ നിന്നെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു, പിന്നെങ്ങനെ നിന്റെ കോട്ട് അവന്റെ ആയി പോയ, സത്യം പറ അവന് തണുക്കെന്ന് പറഞ്ഞ് മനഃപൂർവ്വം നിന്റെ അടുത്ത് നിന്ന് കോട്ട് തട്ടിപ്പറിച്ചല്ലേ, അല്ല നീ അങ്ങനെയൊന്നും കൊടുക്കത്തില്ലല്ലേ, അല്ലേ നീ എന്തോ പറയുന്നത്. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവളും എടാ ഒന്ന് മിണ്ടായിരിക്കാവോ, ചുമ്മാ നീയായിട്ട് കുറെ ആലോചിച്ച് കൂട്ടാതെ. ഏതിന് അവര് വീണ്ടും നമ്മളെ ഷാൻഷായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെമ്പിള്ളേർ അടുത്തേക്ക് വന്നിട്ട് ഷാൻഷായി നീ F4 ഇപ്പം ഫ്രണ്ട്സ് ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് F4നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി തൊട്ട് നീയും ഞങ്ങളുടെ ഫ്രണ്ടാ, സോ ഇന്ന് രാത്രി നമുക്ക് എല്ലാവരും കൂടെ ഒരു പാർട്ടിക്ക് പോയല്ലോ. എന്നിട്ട് അവളുമാര് ചോദിക്കുമ്പോഴാണ് ചെന്നും പാർട്ടിയോ ഞാനും വരട്ടെ. എന്നിട്ട് ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവൾമാരും ഇല്ല ഓൺലി ഫോർ ഗേൾസ്, ലീ നീയും ഞങ്ങളുടെ അവിടെ വന്നു. എന്നിട്ട് അന്ന് രാത്രി ഷാൻഷായി ലീയും വിളിച്ചോണ്ട് ഇവരൊരു പാർട്ടിക്ക് പോകും. അപ്പോഴാണ് അവൾമാരും നമ്മുടെ ഷാൻഷായോട് പിന്നെ ഷാൻഷായി നിനക്ക് എങ്ങനെ മിങ്ങിനെ വളയ്ക്കാൻ സാധിച്ചേ, അവൻ അത്ര എളുപ്പമുള്ള ക്യാരക്ടർ അല്ലല്ലോ. എന്നിട്ട് അവൾമാരും ചോദിക്കുമ്പോഴാണ് ഷാൻഷായും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് മിങ്ങും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്നിട്ട് അവൾ പറയും. അപ്പൊ ഇത് കേട്ട അവൾമാരും നിനക്കും മിങ്ങും തമ്മിൽ ഒന്നുമില്ല, എങ്കിൽ പിന്നെ എനിക്ക് മിങ്ങിന് ഇഷ്ടം, ഞങ്ങൾ തമ്മിലും സെറ്റ് ആവാൻ വേണ്ടി നീ ഹെൽപ്പ് ചെയ്യാവോ. എന്നിനെ ഷാൻഷായിട്ട് സംസാരിച്ചോണ്ട് അവൾക്ക് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഷാൻഷാ അത് കുടിച്ച് ഫുൾ ഫിറ്റ് ആയിരിക്കുമ്പോഴാണ് അവിടെ പാട്ട് വായിക്കുന്ന ഒരുത്തിനെ കാണുമ്പോൾ അവൾക്കത് ഹൂ ആയിട്ട് തോന്നും. അങ്ങനെ അതുകൊണ്ട് അവളും ബോധമില്ലാതെ തന്നെ അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഹുവാ ഐ ലവ് യു എന്നിനെ അവന്റെ തോളി ചാഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവൾമാരെല്ലാം എടി ഈ ഷാൻഷാ ഒരു കില്ലായിട്ട് തന്നെ, നീ
നോക്കെ ആദ്യം ഹൂവയുടെ പുറകെ പോയി, പിന്നെ മിങ്ങിനെ കേസ് ചെയ്ത്, ഇപ്പൊ കണ്ടോ ഏതാന്നൂലും അറിയാത്ത ഒരുത്തിന്റെ കൂടെ തോളിച്ചാണ് പാട്ടിന് വൈബ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവൾക്ക് ആണുങ്ങൾ എങ്ങനെ വളയ്ക്കണമെന്ന് നല്ലോണം അറിയാന്നാ തോന്നുന്നത്. എന്നിട്ട് അവളുമാരെല്ലാം സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഷാൻഷെ ബോധമില്ലാതെ അന്ന് രാത്രി ഫുള്ളും അവന്റെ തോളിൽ തന്നെ ചാഞ്ഞു കിടക്കുമ്പോഴാണ് അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവള് റൂമിൽ കിടക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് അവളും പേടിച്ച് എഴുന്നേൽക്കുമ്പോഴാണ് സൈഡ് ഒരു പേപ്പറിനകത്ത് എഴുതിയേക്കും, ഹായ് മൈ ഡിയർ, എന്റെ പേര് തോമസ്. ഇന്നലെ നീ ഫുള്ളും ഫിറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഇനി നിനക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്പർ എന്നേക്കാം, നീ എന്നെ വിളിച്ചാൽ മതി. എന്നിന് ആ മെസ്സേജ് കണ്ട് പേടിച്ചുപോയി. അവളും ഗെറ്റപ്പെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ആ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് നോക്കും. അപ്പനാണ് അവനും, ഓമോളെ നീ എഴുന്നേറ്റോ, ഇന്നലെ രാത്രി ഫുള്ള് നീ ഫിറ്റ് ആയിരുന്നു, കൂടാതെ നിന്റെ കൂടെ വന്ന പെമ്പിള്ളേരും ഫിറ്റ് ആയിരുന്നു. അവരെ എന്നോട് നിന്നെ നല്ലോണം കെയർ ചെയ്യാൻ പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. നീ ഇപ്പൊ എവിടാന്നറ, നമുക്ക് നേരിട്ടും സംസാരിക്കാം. ഇതിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും പേടിച്ച്, ഇല്ലേ നേരിട്ടൊന്നും വരണ്ട, ഞാൻ ഇപ്പൊ ക്ലാസ്സില. ഇതിന് അവളും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അവളും ടെൻഷനോടെ കോളേജിന്റെ അകത്തെ കയറുമ്പോഴാണ് അവക്ക് വേണ്ടി അവിടെ മിങ് വെയിറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് അവളും, നിനക്കെന്താ വേണ്ട എന്നിന് അവളിരിക്കും. അപ്പനാണ് അവനും, എനിക്കൊന്നും വേണ്ട, ഇത്ര ലേറ്റ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്, ഞാൻ എത്ര സമയം കൊണ്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, പഠിക്കണമെന്ന് കുറച്ചെങ്കിലും മനസ്സുണ്ടോ, എങ്കിൽ ശരി ഇത് പിടിച്ചോ എന്ന് ഞാൻ കൊടുക്കും. അപ്പനാണ് അവളും, ഇതെന്തുവാ, ഓ ഇതൊന്നുമില്ല, ഇനി എനിക്ക് തണുക്കുമ്പോൾ നിന്നെ കോട്ട് ഇടണ്ടേ, പക്ഷെ നിന്റെ ഉള്ളത് വില കുറഞ്ഞ കോട്ട, അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ കോട്ട് വാങ്ങിച്ചു തരുക എന്നിന് അവളുടെ കയ്യിൽ കൊടുത്തു വയ്ക്കും. അതിനുശേഷം ഷാൻഷാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് ആ തോമസ് വീണ്ടും അവളെ വിളിച്ചിട്ട്, അവളെ നീ ഇപ്പൊ എവിടാ, ഞാൻ നിനക്ക് വേണ്ടി കോളേജിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുക എന്നിന് അവനും വിളിച്ചു പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷാൻ പേടിച്ച് താഴേക്ക് ഇങ്ങനെ പോകും. അപ്പനാണ് വീണ്ടും അവളെ കണ്ട് നമ്മുടെ മിങ്ങും, ഓ ഷാൻഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നീ എന്നെ കാണാൻ വന്നതാണോ, വാ ഞാൻ നിനക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്നിന് അവളെ വിളിച്ചിരുത്താൻ നോക്കുമ്പോഴാണ് അവളും, എടാ എനിക്ക് വേറൊരു ജോലി ഉണ്ട്, നീ എന്നൊന്ന് വിട്ട് എന്നിന് അവന്റെ ഇരുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ ഫെങ്ങിയാനും കൂടെ അവിടേക്ക് വരും. അപ്പനാണ് അവനും, കണ്ടോ അവന്മാർ തന്നെ എത്തി, വാ നമുക്കെല്ലാവരും ഒരുമിച്ച് കഴിക്കാം എന്നിന് അവളെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ ഷാൻഷയെ അവരോട് ഇന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതേ സമയം മറ്റേ പെമ്പിള്ളേരും നമ്മുടെ ഷാൻഷയെ കണ്ടിട്ട്, ഇവളെന്തോ സത്യത്തിൽ മനസ്സിൽ വിചാരിക്കുന്നത്, ഇന്നലെ എന്തോന്ന് വെച്ചാൽ ആരാന്നറിയാത്ത ഒരു പയ്യന്റെ തോളിച്ചാണ് റൊമാൻസ് ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ വീണ്ടും എഫോറിന്റെ കൂടെ നടക്കുന്നു എന്നിന് അവരൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് തോമസ് വീണ്ടും അവൾ ഫോൺ വിളിച്ചിട്ട്, ഷാൻഷായി ഞാൻ നിന്റെ കോളേജിന്റെ അകത്തോടെ വന്നോണ്ടിരിക്കുക എന്നിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് അവള് ഷോക്കായി, ഇല്ല നീ അവിടെ തന്നെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും, നീ ആരോട് ഇപ്പൊ സംസാരിക്കുന്നത് എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് ഷാൻഷായും അതൊന്നും നീ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അവള് നേരെ പുറത്തേക്ക് ഓടിച്ചില്ലും. അപ്പോഴാണ് തോമസും അവളെ കണ്ട് പറഞ്ഞിട്ട്, ഷാൻഷായി ഞാൻ എവിടെ ഉണ്ട് എന്ന് അവൻ പറയും. അങ്ങനെ ഇതും കേട്ട് അവളും തോമസിനെ വിളിച്ചാൽ ദൂരെ ചെന്നിട്ട്, വെയിറ്റ് ഇന്നലെ സത്യത്തിൽ എന്തോ സംഭവിച്ചേ, ഞാൻ എങ്ങനെ നിന്റെ റൂമിലായ എന്ന് അവളും ചോദിക്കുമ്പോഴാണ് അവനും, ഓ ഷാൻഷായി നീ ഒന്നും പേടിക്കണ്ട, ഇന്നലെ നീ ഫുൾ ഫിറ്റായി കുറെ വോമിറ്റ് ഒക്കെ എടുത്ത്, അതുകൊണ്ട് ഞാൻ നിന്നെ ക്ലീൻ ചെയ്ത് ആ റൂമിൽ ആക്കിയെന്നേ ഉള്ളു, പോരാതെ ഇന്നലെ ഞാൻ പാട്ട് പഠിക്കേണ്ടിരുന്നപ്പം നീ അടുത്തേക്ക് വന്ന് എന്നെ ഇഷ്ടാന്ന് പറഞ്ഞു. ഷാൻഷായി എനിക്ക് നിന്നെ ഇഷ്ട, നമുക്ക് രണ്ടുപേരും കൂടെ ഒരു ഡേറ്റിന് പോയാലോ എന്നിന് അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം മിങ് ഇത് കണ്ട് അവളെ പിടിച്ച് മാറ്റിയിട്ട്, ആരാടാ നീ നിന്നെ ഷാൻഷായി ടച്ച് ചെയ്യുന്ന, ഷാൻഷായി ഇവനാരാ എന്നിന് അവളോട് ചൂടാകുമ്പോഴാണ് ഷാൻഷായി അവനൊന്നും അറിയാതിരിക്കാൻ വേണ്ടി, ഓ അത് വേറൊന്നുമില്ല, ഇവൻ ഇവിടുത്തെ അഡ്രസ് അറിയണമെന്ന് അതാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എന്നിന് അവൾ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട് തോമസും, നീ ആരാ ഫസ്റ്റ് എന്ന് ഞാൻ ചോദിക്കും. ഉടനെ നമ്മുടെ മിങ് ദേശത്തി, ഞാനോ ഇവളുടെ ബോയ് ഫ്രണ്ടാ, ഇപ്പൊ സമാനാ എന്ന് ഞാൻ പറഞ്ഞോടെ ഇത് കേട്ട് മറ്റവനും, ഓക്കെ സോറി ഫോർ ഡിസ്റ്റർബൻസ് എന്നിന് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് നമ്മൾ ഷാൻഷായി ദേഷ്യപ്പെട്ട്, നീ എപ്പോഴും എന്റെ ബോയ് ഫ്രണ്ട് ആയ എന്നിന് അവൾ ചോദിക്കും. ഇത് കേട്ട് അവനും, ഷാൻഷായി അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, അപ്പൊ സത്യത്തിൽ ഞാൻ മാത്രമേ ഉള്ളു നിനക്ക് എന്നെ ഇഷ്ടമായിട്ട് കരുതിയതല്ലേ എന്നിന് അവനും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ ഷാൻഷായും ആ തോമസിന്റെ കൂടെ ഒരുമിച്ചിരുന്ന ഫോട്ടോയൊക്കെ നെറ്റിനകത്ത് മൊത്തം വൈറലാകും. അതിന്റെ കൂടെ തന്നെ ഇതിനും അറിയാതെ മിങ്ങിനെ കിസ് ചെയ്ത് ആ ഫോട്ടോയും കൂടെ മെർജ് ചെയ്ത് മൊത്തത്തിൽ ഷാൻഷായ് വൈറലായിക്കൊണ്ടിരിക്കും. അങ്ങനെ കാണുന്നവരെല്ലാരും നമ്മുടെ ഷാൻഷയോട്, ഓ ഇവളെ സമ്മതിക്കണം, ഒരു സമയത്ത് എത്ര പേരെ അവള് നോട്ടം നോക്കുന്നത് എന്നതിന് ഓരോരുത്തരും ഷാൻഷയെ കുറിച്ച് മോശമായിട്ട് പറയാൻ തുടങ്ങും. അങ്ങനെ ആ രണ്ട് പെമ്പിള്ളാരും കൂടെ നമ്മുടെ ചെന്നിനോട്, എടാ നിന്റെ കൂട്ടുകാരല്ലേ ഷാൻഷായ്, അവൾ ഇത്രയ്ക്ക് മോശക്കാരിയായിരുന്നു എന്നിന് അവളുമാരും പറയുമ്പോഴാണ് ഇത് കേട്ട് ചെന്നതൊന്നും വിശ്വസിക്കാതെ, ഓ ഈ നെറ്റി കാണുന്നെല്ലാം കള്ള, ഷാൻഷായ് അങ്ങനത്തെ പെൺകുട്ടിയൊന്നല്ല, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കാതെ അവൻ തർക്കിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഷാൻഷായ് അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് അവൾമാര് ഷാൻഷായ് അടുത്തേക്ക് ചെന്നിട്ട്, ഷാൻഷായ് ഈ ഫോട്ടോ കാണുന്ന നീ തന്നെയല്ലേ, സത്യം പറ അന്ന് നിങ്ങൾ തമ്മിൽ എന്തോ സംഭവിച്ചേ എന്നിന് അവൾമാര് ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായ് ഒന്നും പറയാതിരിക്കും. അപ്പോഴാണ് ചെന്നും, ഷാൻഷായ് ഇതെല്ലാം വെറും കള്ളവാ, നീ പറ, നീ ഇങ്ങനെ സംസാരിക്കാതിരുന്ന അവരുടെ ഈ ഫോട്ടോ കാണുന്ന വിശ്വസിക്കും എന്നിന് അവന് ഷാൻഷായ് സപ്പോർട്ട് ചെയ്താലും ഇത് കേട്ട് ഷാൻഷായ് വലിയായിട്ട് റിയാക്ട് ചെയ്യാതെ, നിങ്ങൾക്ക് ഇപ്പൊ എന്തോ പ്രശ്നം, ഇത് വെറും തെറ്റിദ്ധാരണയാ, നിങ്ങൾ ആര് പറഞ്ഞു ഈ ഫോട്ടോ ഒക്കെ നെറ്റിനകത്തിടാൻ എന്നിന് അവൾ ചൂടാകുമ്പോഴാണ് ഇത് കേട്ട് അവൾമാരും, അയ്യോ ഷാൻഷായ് ഇത് ഞങ്ങളിട്ടൊന്നുമല്ല, ഇതല്ലാതെ വൈറലായി, മോള് ഇട്ടതാരാണോ അവനോട് തന്നെ പോയി ചോദിക്ക്, നിന്റെ തോമസിനോട് എന്നിന് അവളുമാരും പറയുമ്പം ഇത് കേട്ട് ഷാൻഷായ് ദേശിയെത്തി നേരെ ബാറിലേക്ക് ചെല്ലും. എന്നിട്ട് തോമസ് ഉണ്ടെന്ന് നോക്കുമ്പോഴാണ് അവൻ അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവളും അവിടെ മാനേജറിനോട് പോയി അവനോടൊപ്പം ചോദിക്കുമ്പോഴാണ് ആ മാനേജറും അവൻ എപ്പോഴേ സ്ഥലമെല്ലാം കാലിയാക്കി നാട് വിട്ടെന്നറിയും. അങ്ങനെ അതുകൊണ്ട് ഷാൻഷായ്ക്ക് വേറെ വഴിയില്ലാതെ അവളും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അതേസമയം നമ്മുടെ മിങ്ങും ഷാൻഷായിട്ട് കോളേജ് അടിയുണ്ടാക്കി അലയിച്ച് അവനും ദേശിച്ച് സ്വിമ്മിങ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവന്മാർ രണ്ടുപേരും കൂടെ, എടാ ഈ മിങ്ങിന് എന്തൊറ്റയാടാ, ഞാൻ വിചാരിച്ച ഷാൻഷായിട്ടുള്ള പ്രശ്നം സോൾവ് ആയിരുന്നു, ഇപ്പൊ വീണ്ടും
അവളെ കുറിച്ച് ഓർത്ത് ഇവൻ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ F4 കണ്ട ഏത് പെണ്ണാടാ വീഴാത്ത? എന്നിട്ട് ഞാനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഫെങ്ങും അയ്യോ F4 കണ്ട എല്ലാരും വീഴോ, നിന്റെ പുറ ആരൊക്കെ വീണെന്ന് പറയാ. എന്നിട്ട് അവനും കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട് ഞാനും ഓ നിനക്കറിയത്തില്ലല്ലേ, കാണിച്ചു തരാളെ ലിസ്റ്റ്. എന്നിട്ട് അവനും മൊബൈൽ എടുത്ത് കാണിക്കാൻ വരുമ്പോഴാണ് ഷാൻഷായ തോമസ് ആയിട്ടുള്ള ഫോട്ടോ ലീക്കായ കാര്യം ഇവനും കാണുന്നത്. ഇത് കണ്ട് അവന്മാർ രണ്ടും കൂടെ ടെൻഷനായി. എടാ ഇതൊരു മിങ് അറിഞ്ഞില്ല, ഒരുപക്ഷെ അവൻ ഈ ഫോട്ടോ കണ്ട പിന്നെ മൊത്തത്തിൽ പണി വാളും. എന്നിട്ട് അവന്മാരെ സംസാരിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം മിങ്ങും സ്വിമ്മിംഗ് ഒക്കെ ചെയ്തിട്ട് അവന്റെ ഫോൺ നോക്കാൻ പോകും. അങ്ങനെ അവൻ ആ ഫോട്ടോ കാണാതിരിക്കാൻ വേണ്ടി ഇവർ രണ്ടും കൂടെ ഓടിച്ചെന്ന് അവനെ വീണ്ടും വെള്ളത്തിൽ തള്ളിയിടും. കൂടാതെ അവന്റെ ഫോൺ അതിനകത്ത് മുങ്ങിപ്പോകും. അപ്പോഴാണ് മിങ്ങും ദേഷ്യത്തി എടാ നിനക്ക് എന്തോടാ പ്രശ്നം, എന്റെ ഫോണും ചീത്തയായി. എന്നിട്ട് അവനും ദേഷ്യപ്പെടും. അതിനുശേഷം ഫെങ്ങിയാനും കൂടെ നേരെ ഷാൻഷയെ കണ്ട് എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവൾ അവന്മാരോട് ആ ഫോട്ടോയൊക്കെ ഞാൻ തന്നെയാ, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവന്മാരും ഷാൻഷായ് ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമുണ്ട്, പക്ഷെ ഈ പ്രശ്നം ക്ലിയർ ചെയ്യാൻ വേണ്ടി നീ എന്തോ ചെയ്യാൻ പോവാ. എന്നിട്ട് അവന്മാർ ചോദിക്കുമ്പോഴാണ് അവളും എനിക്കൊരു പിടിയില്ല, ആ തോമസ് എവിടാന്ന് പോലും എനിക്കറിയത്തില്ല. എന്നിട്ട് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി വീണ്ടും തോമസിനെ ഫോൺ വിളിച്ച് നോക്കും. പക്ഷെ ആ ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് അവളും ദേഷ്യത്തിൽ വോയിസ് മെസ്സേജ് അയക്കും, എടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ടൊന്നെല്ലാം ഫേസ് ചെയ്യും, അല്ലാതെ എന്റെ പുറകെ നിന്ന് ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്യാതെ. എന്നിട്ട് അവന് കുറെ വോയിസ് മെസ്സേജ് അയച്ചിടും. പക്ഷെ അതൊന്നും അവൻ കാണത്തില്ല. അങ്ങനെ ആ വിഷമത്തി ഷാൻഷായും വീണ്ടും അവൾ രാത്രി വരാനും ഫോൺ വിളിച്ചോണ്ടേയിരിക്കും. അപ്പോഴാണ് ആ സമയത്ത് അവൾക്കെതിരെ കുറെ കമന്റ്സ് വരുന്നത്. ഈ ഷാൻഷായ് സത്യത്തിൽ ആരെ സ്നേഹിക്കുന്നത്? ഹുവാ, മിങ്, തോമസ്, ഇങ്ങനെ എത്ര പേരുണ്ട്. പിന്നെ മിങ് അവന് സത്യത്തിൽ ആ പെണ്ണിന് ഇഷ്ടമാണ്, അവൾക്ക് എന്തൊരു പെണ്ണ് അല്ലേ? ഷാൻഷായ് എന്തേലൊക്കെ ട്രിക്ക് യൂസ് ചെയ്ത് അവന് മനഃപൂർവ്വം വീഴ്ത്തിയതാണ്. ഏതിനെ കുറെ പേര് നമ്മുടെ ഷാൻഷായ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മോശമായിട്ട് കമന്റ്സ് ഇങ്ങനെ അയച്ചോണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് അവള് വിഷമിച്ച് അന്നത്തെ നൈറ്റ് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്ത് അടുത്ത ദിവസം അവളൊരു തീരുമാനം എടുക്കും. അതായത് ആരെന്ത് പറഞ്ഞാലും അതൊന്നും അവളുടെ ചെവി കയറ്റത്തില്ലെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ക്ലാസ്സിലേക്ക് പോകും. അതേസമയം യാനിഫെങ്ങും കൂടെ ആ തോമസ് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവന്മാർ സെർച്ച് ചെയ്തോണ്ടിരിക്കും. എടാ ഈ തോമസ് എപ്പോഴേ നാട് വിട്ടുപോയി, അപ്പൊ അവനായിരിക്കത്തില്ല ഷാൻഷായിട്ടുള്ള ഫോട്ടോസ് എല്ലാം ലീക്ക് ചെയ്തത്, അവന്റെ കൂട്ടുകാരൻ വേറെ ആരെങ്കിലും ആയിരിക്കണം. എന്നിട്ട് അവന്മാർ രണ്ടുപേരും കൂടെ ഷാൻഷായ് ഹെൽപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം മിങ് അവിടെ വരുന്ന കണ്ടിട്ട് ഇവ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെക്കും. അപ്പോഴാണ് അവനും ഡൗട്ട് അടിച്ചിട്ട് എടാ നിങ്ങൾ എന്തോടെ എന്റെ അടുത്ത് മറിക്കുന്നത്. എന്നിട്ട് അവനും തുറന്നു നോക്കുമ്പോഴാണ് ഷാൻഷായ് ആ തോമസ് ആയിട്ടുള്ള ഫോട്ടോ കാണുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ മിങ്ങും ദേഷ്യപ്പെട്ട് എന്തുവാ അന്ന് അവൾ അവനോട് അഡ്രസ് പറഞ്ഞെന്നില്ല പറഞ്ഞ്, പിന്നെ എങ്ങനെ ഇവര് ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോയൊക്കെ വന്ന്, സത്യത്തിൽ ഇവനാരാ? ഏതിന് അവൻ ആ ദേശത്തിൽ ഷാൻഷയെ കാണാൻ വേണ്ടി പോകും. ഇത് കണ്ട് ഇവന്മാരും കൊണ്ട് ടെൻഷനായി. മൊത്തത്തിൽ പണി വാളിയല്ല. ഏതിന് അവന്മാരും മിങ്ങിനെ ഫോളോ ചെയ്തോണ്ട് പുറകെ പോകും. അപ്പോഴാണ് അതേസമയം ഷാൻഷായും കോളേജിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അവളുടെ ദേഹത്തേക്ക് കളർ വെള്ളം വീഴും. അങ്ങനെ അവളുമാര് സോറി ചോദിക്കാൻ വരുമ്പോഴാണ് അത് ഷാൻഷായ എന്ന് അറിഞ്ഞ ഉടനെ നിനക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവൾമാർ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് മിങ് അവിടേക്ക് വന്നിട്ട് ഷാൻഷായ് നീ സത്യത്തിൽ അവനോട് അന്ന് അഡ്രസ് ആണോ പറഞ്ഞത്? കാരണം നിങ്ങൾ തമ്മിൽ മുമ്പേ പരിചയമുണ്ടെന്ന് തോന്നല്ല, ആ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇപ്പോഴാ കണ്ട്. എന്നിട്ട് അവനും ദേഷ്യം ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവളും മിങ് എനിക്കറിയാം മറ്റുള്ളവരെ പോലെയല്ല നീ എന്നെ വിശ്വസിക്കുന്നില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ് ഒന്നും പറയാതെ അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്നനായിട്ട് നമ്മളെ മിങ്ങും ഷാൻഷയെ കുറിച്ച് ഓർത്ത് ഫുള്ളിങ്ങനെ ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഫെങ്ങിയാനും കൂടെ എടാ അവളെ കുറിച്ച് ഓർത്ത് അവൻ വിഷമിച്ച് ഡ്രിങ്ക്സ് അടിക്കുന്നു. പക്ഷെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കൊതുകടിയും വാങ്ങിച്ചോണ്ട് നമ്മളിവിടെ ചുമ്മാ ഇരിക്കുമല്ല. ഏതിന് അമ്മ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഫെങ്ങും എടാ ഇവൻ ഇങ്ങനെ എത്ര സമയം ഫീൽ ചെയ്ത് ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കും, ഞാൻ പോയി സമാനപ്പെടുത്താം, എനിക്കൊന്നും ഇനി ഇവിടെ ഇരിക്കാൻ വയ്യ. ഇതിന് അവനും പറയുമ്പോഴാണ് ഞാനും എടാ ഒന്ന് അടങ്ങടാ, അവൻ തന്നെ സമാനായിക്കോളും. ഇതിനെ പരസ്പരം സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും മിങ്ങിനെ നോക്കുമ്പോഴാണ് അവൻ അവിടെ കാണത്തില്ല. അങ്ങനെ മിങ്ങും ബോധല നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെന്ന് ഷാൻഷയ്ക്ക് വേണ്ടി മഴയത്ത് വെയിറ്റ് ചെയ്ത ആ സ്ഥലത്തെത്തുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് അവനും ഷാൻഷയെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഇപ്പോഴും മഴ പെയ്യുമ്പം അവൻ നനയാതിരിക്കാൻ വേണ്ടി ഒരാൾ വന്നിങ്ങനെ കൊട പിടിക്കുന്നത്. ഇതോടെ നമ്മുടെ മിങ്ങും അത് ഷാൻഷ എന്ന് പറഞ്ഞ് അവനും ബോധമില്ലാതെ നോക്കുമ്പോഴാണ് അവിടെ വന്നേക്കുന്നത് നമ്മുടെ ലീ. പക്ഷെ അവൻ ബോധമില്ലാതെ ലീയെ കണ്ട് ഷാൻഷ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഒന്ന് അവളെ കിസ് ചെയ്യും. അതോടെ നമ്മുടെ ലീ മൊത്തത്തിൽ ഷോക്കാവും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വിടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഹൂ ആക്ട് ചെയ്ത മൈ യൂണിക്കോൺ ഗേൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.